നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. കേരളത്തിൽ പണ്ട് ഏകദേശം 1400 തിയേറ്ററോളം ഉണ്ടായിരുന്നു. ആ 1400 തിയേറ്ററുകളിൽ നിന്നും ചുരുങ്ങിയാണ് പിന്നീട് അത് 400 തിയേറ്ററിലേക്ക് മാറി. അപ്പോൾ ആ ഇടക്കാലങ്ങളിൽ ഭയങ്കര മോശമായ ഒരു കാലഘട്ടത്തിൽ കൂടി സിനിമ കടന്നു വരുന്ന സമയത്ത് എപ്പോഴും ഈ റിവ്യൂസ് നല്ലതാണ്. അന്നും റിവ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നും ഈ മാഗസിനിലൊക്കെ സിനിമയെക്കുറിച്ച് എഴുതുന്ന നിരൂപണങ്ങളുണ്ട്. പക്ഷെ ആ നിരൂപണങ്ങൾ എന്ന് പറയുന്നത് സിനിമയെ ഉപദ്രവിക്കുന്ന നിരൂപണങ്ങളാണ്. ഉള്ള കാര്യം അതേപോലെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് മാറി പെയ്ഡ് റിവ്യൂ ആകുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരും. ഇപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ ഷോ ഈ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തമായിട്ട് ഒരു ഷോ തിയേറ്ററിൽ രാവിലെ നടത്തും. അത് നടത്തുമ്പം അതിലേക്ക് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ ആളുകളെ വിളിക്കുന്നത് ഈ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റ്, ഈ ടെക്നീഷ്യൻസ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ. അപ്പോൾ അവർ വിളിച്ച് നടത്തുമ്പോൾ ഒരിക്കലും തിയേറ്ററുകാർക്ക് അവരോട് അതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും മറ്റ് പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊന്നും നമ്മൾ എതിരല്ല. OTT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സിന് മറ്റൊരു വരുമാന കാര്യം വരൂ. പക്ഷേ എത്രയും വൈകി ഇത് പ്രേക്ഷകരിലേക്ക് എത്തുന്നു അത്രയും ഓഡിയൻസ് സിനിമ തിയേറ്ററിലേക്ക് വരും. സിനിമ തിയേറ്ററിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും സിനിമ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജയപരാജയങ്ങളെക്കുറിച്ച്, തിയേറ്റർ സിനിമ, OTT സിനിമ, സിനിമ റിവ്യൂ, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന, സിനിമയുടെ പൾസ് അറിയുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ പറയാൻ പറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം കേരള ഫിലിം ചേംബർ വൈസ് പ്രസിഡൻറ്റും എക്സിബിറ്ററുമായ ശ്രീ സോണി തോമസ്. സോണി ചേട്ടാ, സ്വാഗതം. ഒരുപാട് സന്തോഷം ഈ ഒരു സമയം ഇവിടെ വന്നതിൽ. അറിയാം, ഒരുപാട് കാര്യങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു ഭാരവാഹി രണ്ടാമത്തെ ടേമാണല്ലേ ചേംബറിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത്. അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇവിടെ വന്നതെന്നറിയാം. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആൻഡ് എക്സിബിറ്റർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സോണി ചേട്ടനെ, കാരണം ഒരുപാട് വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു തിയേറ്ററാണ് അല്ലേ, ഗാനം. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയാനും പറ്റും. ഈയിടെ നമ്മൾ കേൾക്കുന്ന സിനിമയെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, സിനിമയുടെ പ്രതിസന്ധി, ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ തന്നെ കാണുന്നുണ്ട് സിനിമകൾ ഒത്തിരി ഹിറ്റാവുന്നു, സിനിമകൾ ആഘോഷിക്കപ്പെടുന്നു, ഓരോ ക്ലബ്ബുകളിൽ കയറി എന്ന് പറയുന്നു, ഇത്ര ബിസിനസ്സായി വേൾഡ് വൈഡ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ മറ്റൊരു സൈഡിൽ വേറെ കുറേ സിനിമക്കാരുടെ കണ്ണുനീരും നമ്മൾ കാണുന്നുണ്ട്. അവർ കോടതി വരെ പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ് ഒരു തിയേറ്റർ ഓണർ എന്ന രീതിയിൽ? കേരളത്തിൽ പണ്ട് ഏകദേശം 1400 തിയേറ്ററോളം ഉണ്ടായിരുന്നു. ആ 1400 തിയേറ്ററുകളിൽ നിന്നും ചുരുങ്ങിയാണ് പിന്നീട് അത് 400 തിയേറ്ററിലേക്ക് മാറി. അപ്പോൾ ആ ഇടക്കാലങ്ങളിൽ ഭയങ്കര മോശമായ ഒരു കാലഘട്ടത്തിൽ സിനിമ കടന്നു വരുന്ന സമയമുണ്ട്. അങ്ങനെ ഒരു സമയത്താണ് തിയേറ്ററുകൾ റിനോവേഷൻ തുടങ്ങി. അങ്ങനെ തിയേറ്ററുകൾ റിനോവേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പല തിയേറ്ററുകളും AC ആക്കി, നല്ല സീറ്റ്, സൗണ്ട്, ഒരുപാട് മാറ്റങ്ങൾ തിയേറ്ററിലേക്ക് വരുത്തിയപ്പോൾ. പക്ഷെ അത് കോടിക്കണക്കിനൂടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെയാണ് അന്ന് തിയേറ്ററുകളൊക്കെ അങ്ങനെ വൃത്തിയാക്കിയത്. ആ വൃത്തിയാക്കിയ സമയങ്ങളിൽ ശേഷം തിയേറ്ററിലേക്ക് നല്ലൊരു കളക്ഷൻ വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ അതിൻ്റെ കളക്ഷനും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടം ഇടയ്ക്ക് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ അന്നും സിനിമയുടെ വിജയമെന്ന് പറയുന്നത് ഒരു 10% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമ കാണാനുള്ള ഒരു ഓഡിയൻസിൻ്റെ എണ്ണം അന്ന് കൂടുതലായിരുന്നു. അന്ന് ഈ 1000-1200 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സിംഗിൾ തിയേറ്ററുകൾ പലതും തിയേറ്ററുകൾ ഡിവൈഡ് ചെയ്ത് 2, 3, 4 ഒക്കെ ആക്കി. അങ്ങനെ ഡിവൈഡ് ചെയ്തൊരു തിയേറ്ററാണ് എൻ്റേത്. അപ്പോൾ ആ ഒരു ഡിവിഷൻ്റെ ഭാഗമായിട്ടായപ്പോഴത്തേക്ക് ഒരു സമയം തന്നെ 3-4 സിനിമകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ അന്നത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടെന്ന് പറയുന്നത് ഈ ഒരുപാട് പ്രതിസന്ധികൾ കൂടി തിയേറ്ററുകൾ കടന്നുകൊണ്ട്, കാരണം ഉദ്ദേശിക്കുന്ന കളക്ഷൻ സിനിമ തിയേറ്ററിലേക്ക് പിന്നെ വരാതായി. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് സിനിമ തിയേറ്ററുകളെ ബാധിച്ചു. അത് നമ്മളെ ഈ സിനിമ എന്ന് പറയുന്നത്
ഇതിനകത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കലയല്ലാത്ത രീതിയിൽ ഒരു വ്യവസായമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ ആ വ്യവസായത്തിൽ മറ്റൊരു ബിസിനസ്സിൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി പൈസയാണ് ഇത് ടാക്സായിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആ ഇലക്ട്രിസിറ്റി ബില്ലുകൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിയേറ്ററുകളിലേക്കുള്ള കളക്ഷനോ അല്ലെങ്കിൽ തീക്കിരിപ്പെന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ലെന്ന് പറയും. പിന്നെ സിനിമ ഒരു എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവരും സിനിമയുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് സിനിമയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിനകത്തിൽ അവർക്ക് തന്നെ അറിയാം വിജയം എന്ന് പറയുന്നത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള രീതിയിലേക്കാണ് സിനിമയുടെ കാര്യം എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. എങ്കിൽ പോലും അവർ വീണ്ടും സിനിമ എടുത്തുകൊണ്ടേയിരിക്കുക. അത് സിനിമയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ തിയേറ്ററുകളും നടത്തിക്കൊണ്ടും പോകുന്നത്. ഇപ്പം ഒരു കാലത്തൊക്കെ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ സിനിമ വരുന്നു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടിയൊക്കെ പണ്ടൊക്കെ കാളവണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെയൊക്കെ ഓർമ്മയിലുണ്ട് ജീപ്പിലൊക്കെ അനൗൺസ്മെൻറ്റ്സ് ആയിട്ട് ഇന്ന് മുതൽ ഇന്നൊരു സിനിമ അല്ലെങ്കിൽ നാളെ മുതൽ എന്ന് പറഞ്ഞ് നോട്ടീസ് എറിഞ്ഞ് പിള്ളേർ ബാക്കിൽ ഓടുന്നുണ്ടാവും. അവിടുന്ന് വളർന്ന് വന്ന് നമ്മൾ സിനിമയെ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് സിനിമ മാറി. പക്ഷേ ആ ഒരു മാർക്കറ്റിംഗ് സത്യം പറഞ്ഞാൽ അത് കൂടുന്തോറും ആളുകൾ തിയേറ്ററിൽ വരുന്ന എണ്ണം കൂടാറുണ്ട്. പക്ഷേ ഈ റീസെൻറ്റ് ടൈംസിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഹൈക്കോർട്ട് തന്നെ പറഞ്ഞൊരു റിവ്യൂ ബോംബിംഗ് എന്നൊരു വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അത്തരത്തിൽ നമ്മളൊരു സിനിമയെ തുടങ്ങുന്നതിന് മുമ്പേ തകർക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തുന്നു. അത് സത്യത്തിൽ ആരുടെ ആവശ്യമാണ്? കാരണം ഒരു പ്രൊഡ്യൂസർ അത് ആഗ്രഹിക്കില്ല, ഒരു സംവിധായകൻ ആഗ്രഹിക്കില്ല, ഡിസ്ട്രിബ്യൂട്ടർ ആഗ്രഹിക്കില്ല, തിയേറ്റർ ഓണർ ആഗ്രഹിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്നിട്ട് അതിനെയും നമുക്ക് പിന്നെ എന്ത് കാര്യം വന്നാലും അങ്ങനെയാണ്. അമ്മയെ തന്നെയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ അത് നല്ലതാണെന്ന് പറയുന്ന ഞങ്ങൾ കാശ് മുടക്കിയല്ലേ സിനിമ കാണുന്നത്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ അവകാശമില്ലേ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിലെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സോണി ചേട്ടൻ ചെയ്തൊരു സിനിമ ചിലപ്പോൾ നല്ലതായിരിക്കും, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതാണ് ഈ പ്രേക്ഷകന് എടുത്തു കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകൻ ആ സിനിമ ഇഷ്ടപ്പെടാമല്ലോ. അപ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അത് ഏത് തരത്തിൽ സിനിമയെ ബാധിക്കുന്നുണ്ട്? ഈ തിയേറ്ററുകളിൽ ആളുകൾ വരുന്നതിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലാതെ പണ്ട് മുതലേയുള്ള കാര്യങ്ങൾ പറയാമെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെയൊക്കെ ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കറ്റാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് സുമ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. ആ തിയേറ്റർ ഞങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് സുബി എന്ന് പേരിട്ടു. അപ്പം ഞാൻ ജനിച്ചിട്ടില്ല ആ സമയം, അത്രയും മുന്നേ. അപ്പോൾ അത് ആ സമയത്തെന്ന് വെച്ചാൽ ഒരു ഓല തിയേറ്റർ. അപ്പം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ റീല് വെച്ച പെട്ടി വരുന്നു, നമുക്ക് ആ രീതിയിൽ പടം ഓടിക്കുന്നത് വലിയ പ്രൊജക്ടർ വയ്ക്കുന്നു. അപ്പം ഒരു അണ്ണാച്ചി എന്നും പറഞ്ഞ് തമിഴ്നാട്ടിലെ എന്നുള്ള ഒരു ഓപ്പറേറ്ററാണ് ഇത് ഓടിക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്ടർ റൂം എന്നൊക്കെ പറയുന്നത് അന്ന് ഭയങ്കര ചൂട്, ഉടുപ്പൊക്കെ ഊരിയിട്ട് വേണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് പടങ്ങളന്ന് ഇത് ചെയ്തത് ആ ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് ഈ ചില്ലറ പൈസയാണ്, 5 പൈസ 10 പൈസ എന്നൊക്കെ. അപ്പോൾ ഈ പൈസകൾ കൊണ്ടിരുന്നത് ഈ റീലിൻ്റെ ബോക്സിനകത്തിൽ, ആ ബോക്സിൽ കൊണ്ടുവന്ന് വെച്ച് ഈ 10 എണ്ണം വീതം 10 പൈസ ഇങ്ങനെ അടുക്കി വെക്കുക, 20 പൈസ 10 എണ്ണം, അങ്ങനെ 10 എണ്ണം അടുക്കി വെച്ചിട്ടാണ് പൈസകൾ എണ്ണിയിട്ട് അത് ആണ് പടം നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഒരു സഞ്ചിക്കകത്തിലാക്കി ഷെയറാക്കി കൊടുത്തു വിടുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യം ഈ പറഞ്ഞതുപോലെ കാളവണ്ടിയിലുള്ള പരസ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കാളവണ്ടിയിൽ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് കെട്ടിവെച്ച് ചെണ്ട കുട്ടി നടക്കുന്ന രീതിയിലുള്ളൊരു പരസ്യം, പിന്നെ നോട്ടീസ് അടിച്ച് അന്ന് ആ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ തന്നെ അല്ല ഡിസ്ട്രിബ്യൂട്ടർ തന്നെ അതിൻ്റെ ഇത് നോട്ടീസ് അടിച്ച് തരും. എന്നിട്ട് അതിങ്ങനെ വിതരണം ചെയ്യുന്നു. അപ്പം ഈ ചെണ്ടയും ഈ വണ്ടിയും വരുന്നതനുസരിച്ച് പിള്ളേരും ആളുകളും നോക്കി നിൽക്കുക ഇതിൻ്റെ നോട്ടീസ് എടുക്കാനും ആ നോട്ടീസ് വായിക്കാനും. അന്ന് ആ നോട്ടീസിൻ്റെ വായന എന്നൊക്കെ പറഞ്ഞാൽ കഥയുടെ അവിടെ ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പോൾ ശേഷം സ്ക്രീനിൽ അപ്പോൾ ബാക്കി അന്ന് കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതല്ലാതെ മറ്റൊന്നും നമ്മുടെ നാട്ടിൽപ്പെട്ടവർക്ക് ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. അന്ന് ഈ വാച്ച് പോലും അധികം ആളുകൾ ഉപയോഗിക്കാത്ത സമയമാണ്. അന്ന് ഈ റെക്കോർഡ് വയ്ക്കുക എന്നൊരു സംഭവമുണ്ട്. ഈ ഉച്ചയ്ക്ക് 2 മണിക്ക് മാറ്റിനി തുടങ്ങുന്നതിന് മുമ്പ് റെക്കോർഡ് വയ്ക്കും. അപ്പോൾ റെക്കോർഡ് വയ്ക്കുമ്പോൾ ഈ റെക്കോർഡ് വലിയ മൈക്ക് പോലുള്ള സംഭവത്തിലാണ് വയ്ക്കുന്നത്, ആ പ്രദേശം മൊത്തം കേൾക്കുന്ന രീതിയിൽ. ഇപ്പം സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞൊന്നും മൈക്കൊന്നും പറ്റില്ലാത്തൊരു അവസ്ഥ. അപ്പോൾ അന്ന് ഇത് വയ്ക്കുമ്പോഴാണ് സുബിയിൽ റെക്കോർഡ് ഇട്ട് മണി 2 എന്ന് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയം നോക്കുമ്പോൾ ആ റെക്കോർഡ് അതനുസരിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് ഏറ്റവും പുറകെ മാത്രമേ ഉള്ളൂ ചെറിയ കസേരകൾ, ബാക്കി അങ്ങോട്ട് ബെഞ്ച്, പിന്നെ അങ്ങോട്ട് വെറും മണലാണ്. ഈ മണൽ പുറത്തിരുന്നാണ് ഈ ആളുകൾ സിനിമ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഈ 83-ലാണ് ഈ ഗാനം എന്ന് പറഞ്ഞ തിയേറ്റർ അവിടെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതൊരു വലിയ തിയേറ്ററായിട്ട് അവിടെ പണിത് വരുമ്പോൾ അന്ന് ആ സ്ഥലത്തെ ആളുകളും എല്ലാവരും ചോദിക്കുമായിരുന്നു, ഈ പ്രദേശത്ത് ഈ തിയേറ്റർ താങ്ങുമോ? അത്രയ്ക്ക് വലിയൊരു തിയേറ്ററായിട്ട് അന്ന് അവിടെ പണിത്. അന്ന് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ് ആ തിയേറ്ററിൻ്റെ ആർക്കിടെക്റ്റ്. അദ്ദേഹമാണ് ആ തിയേറ്ററിന് ഗാനം എന്ന് പേരിടുന്നത്. അത് തമ്പിയങ്കിളുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിൻ്റെ അളിയനുമായിട്ട് പുള്ളി പോലീസ് ഇതിലായിരുന്നു. ഈ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ബ്രദർ പി വി തമ്പി എന്നും പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹവുമായിട്ട് അടുപ്പമായിരുന്നു. അങ്ങനെ തമ്പി സാറുമായിട്ട് അടുപ്പമായി. അങ്ങനെ തമ്പി സാറാണ് ഈ ഒരു കൺസെപ്റ്റ്. അപ്പം തമ്പി സാറ് പറയുന്നത് വെച്ചാൽ ഒരു 40 കൊല്ലം 50 കൊല്ലം കഴിഞ്ഞേച്ച് പുതിയ എന്തെല്ലാം മാറ്റങ്ങൾ സ്ഥലത്ത് വന്നാലും ഇതിൻ്റെ ആ ഒരു പ്രൗഢി അതുപോലെ നിൽക്കണം, ആ രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു. അപ്പം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും വളരെ കൗതുകത്തോടു കൂടിയാണ് തിയേറ്റർ നമുക്ക് കണ്ടത്. എന്നാൽ അത് റിലീസ് ചെയ്യുന്നത് 83 ഓർമ്മയ്ക്കായി എന്നൊരു സിനിമ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ സിനിമ വെച്ച് തുടങ്ങുന്നത്. അപ്പം അന്ന് റിലീസ് കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് കേരളത്തിലാണ്ട് 12-14 തിയേറ്ററിൽ മാത്രമേ റിലീസുള്ളൂ. അങ്ങനെ ആ സമയത്ത് റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തിയേറ്ററായിരുന്നു അന്ന് ഗാനം എന്ന് പറയും. അപ്പോൾ അവിടെ അന്ന് പിന്നീട് ജൂബിലിയുടെ പടങ്ങളായി, ഗ്രഹലക്ഷ്മിയുടെ പടങ്ങൾ, അങ്ങനെ കുറേ സിനിമകൾ, അങ്ങനെ വലിയ വലിയ കമ്പനികൾ അന്നുണ്ടായിരുന്നു. പിന്നെ അത് സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി, അങ്ങനെ ആ പഴയ കമ്പനികൾ കുറച്ച് അതിങ്ങനെ ആയിട്ട് കുറേ നല്ല സിനിമകളും കാര്യങ്ങളായിട്ട് പോയി. പിന്നീട് ആ ഒരു ടൈം കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊഡ്യൂസർക്ക് ഈ തിയേറ്ററിൽ നിന്ന് മാത്രമല്ലാതെ മറ്റ് മേഖലയിലേക്കുള്ള വരുമാനങ്ങൾ കിട്ടിത്തുടങ്ങാൻ വേണ്ടിയുള്ള ഇതായിരുന്നു പോയത്. ഈ ദൂരദർശൻ പോലും ഈ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അന്നൊക്കെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരു ദിവസം ചിത്രഗീതം എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ചിത്രഗീതം പാട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ പാട്ടിലെ സിനിമ കാണാൻ ആളുകൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അന്ന് വേറൊരു എൻ്റർടൈൻമെൻറ്റ് ദൂരദർശൻ വന്നെങ്കിൽ പോലും സിനിമ ഒരുപാട് ഗുണം ചെയ്തിരുന്നു. കാരണം ഈ പാട്ട് ഇന്ന സിനിമയിലാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് അപ്പോൾ അത് പോയി കാണണമെന്ന് പറയും. പിന്നെ അന്ന് ഈ ഞായറാഴ്ച ദിവസം ദൂരദർശൻ, അല്ല ശനിയാഴ്ച ദിവസം വൈകിട്ട് ദൂരദർശനിലൊരു സിനിമ ഉണ്ടെങ്കിൽ അത് കാണാൻ ആളുകൾ കഴിക്കുമ്പോഴത്തേക്ക് അത് പഴയ സിനിമയെ വരുത്തുള്ളൂ. അല്ലാതെ സിനിമ പുതിയ പടങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ സിനിമകൾ അവിടെ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ആ സമയത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ആ പ്രദേശത്ത് അവിടെ മാത്രമേ ടി വി ഉള്ളെങ്കിൽ ഈ ഡെസ്കും അവിടെ അതിൻ്റെ അകത്ത് കിടക്കുന്ന കസേരകളെല്ലാം മാറ്റി കൊടുക്കും. നാട്ടുകാർ വന്നിരുന്ന് സിനിമ വീട്ടിലിരുന്ന് കാണുകയും. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കൂടെ ആയിരുന്നു അന്നത്തെ കാലഘട്ടം. പിന്നീടത് ഈ ചാനലുകൾ റൈറ്റ്സായി, സോങ് കൊടുക്കുക, അങ്ങനെയൊക്കെ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഏഷ്യാനെറ്റ്, സൂര്യ എന്ന് പറയുന്നവരൊക്കെ എടുക്കാൻ, പക്ഷെ അവരെടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ 90 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അന്ന് ഇത് ചെയ്യത്തുള്ളായിരുന്നു, ടെലികാസ്റ്റ് ഉള്ളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേറെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് കുറച്ച് ഓപ്ഷൻസായി. അപ്പോൾ ഓപ്ഷൻസ് ആയി കഴിഞ്ഞപ്പോൾ സിനിമ തിയേറ്ററിലേക്കുള്ള വരവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു, മറ്റു രീതിയിലായി. പിന്നെ CD ആയി, കാസറ്റ് ഇട്ട് സിനിമ കാണുന്ന ഒരു സംഭവമായി. അപ്പോൾ പിന്നെ പൈറസികൾ വരാൻ തുടങ്ങി. പൈറസി നന്നായിട്ട് സിനിമയെ അന്ന് ബാധിച്ചു. ആ സമയത്ത് പൈറസികൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിയേറ്ററിൽ കാണാതെ 10 രൂപയ്ക്ക് കാസറ്റ് എടുത്ത് വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന രീതിയായി. പിന്നെ കാസറ്റ് മാറി CD ആയി. അപ്പോൾ ഇങ്ങനെ കുറേ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഭാഗ്യവന്മാരാണ്. കാര്യം ഒരുപാട് തലങ്ങൾ കണ്ടവർ സിനിമയുടെ. അപ്പം പിന്നെ ഡിജിറ്റലൈസ്ഡ് സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പ്രിൻറ്റും കാര്യങ്ങളും മാറി, UFO ക്യൂബിൻ്റെ പ്രൊജക്ടറുകൾ, അങ്ങനത്തെ പ്രൊജക്ടറുകളായി. അപ്പോൾ പിന്നെ പ്രിൻ്റ് വേണ്ട, സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡിങ് ആയി. അപ്പം ഇത് പിന്നീട് അന്നും പരസ്യങ്ങൾ വേറെ രീതിയിലായിരുന്നു. അന്ന് 83 തിയേറ്റർ ഇത് ചെയ്തതിന് ശേഷം നമ്മളൊരു ജീപ്പ് മേടിച്ച് പരസ്യം ചെയ്യാൻ വേണ്ടി തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ആ ജീപ്പിൻ്റെ 2 സൈഡിലും ബോർഡ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് 4 ഷീറ്റ് ഒട്ടിക്കാം ആ ബോർഡിൽ, അല്ലെങ്കിൽ 2 2 ഷീറ്റ് വീതം ഒട്ടിക്കാം. അന്ന് 30-40 4 ഷീറ്റ് 6 ഷീറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 ഷീറ്റ് ഒന്നും ഇല്ല. അന്ന് 4 ഷീറ്റിൻ്റെ ഒരു ബോർഡ് ഇതിനു വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സൈഡിലും 2 രീതിയിലുള്ള ബോർഡ് വെച്ചുകൊണ്ട് പരസ്യം ചെയ്യാൻ വേണ്ടി നമുക്കവിടെ 2-3 പരസ്യം ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ അവർ
കറ്റാണങ്കാനത്തിൽ ഇന്ന ദിവസം മുതൽ പറഞ്ഞുകൊണ്ടങ്ങ് അനൗൺസ്മെന്റ്. പോവാണ്. അപ്പോൾ ആ അനൗൺസ്മെന്റ് പടം ഇറങ്ങുന്നതിന് ഒരു 2 ദിവസം മുമ്പ് തുടങ്ങും. പടം തുടങ്ങിക്കഴിഞ്ഞേച്ച് ശനിയും ഞായറും പരസ്യം ഉണ്ടാവും. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 5 ദിവസമാണ് ഒരു സിനിമയുടെ പരസ്യം വന്ന് ഈ ജീപ്പയിൽ പ്രൊമോഷൻസ് ആ പ്രദേശത്ത്. പിന്നെ അതേപോലെ തന്നെ അന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് പോസ്റ്ററുകൾ. അപ്പോൾ ഈ പോസ്റ്ററുകൾ അന്ന് 1000 പോസ്റ്ററുകളൊക്കെയാണ് തിയേറ്ററിൽ അന്ന് വരുന്നത്. അപ്പം അന്ന് അവിടെ മാത്രം റിലീസും ആ പ്രദേശത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അവിടെ നിന്ന് 50 കിലോമീറ്റർ മാറിയ 45 കിലോമീറ്റർ മതി ഈ പുനലൂർ എന്ന് പറയും. ആ പുനലൂർ വരെ കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കും. അപ്പോൾ അത് സൈക്കിളിൽ പോയി പോസ്റ്റ് ഒട്ടിക്കുന്നവരുണ്ട്. ചവിട്ടി എന്തുമാത്രം സൈക്കിളിൽ ഒട്ടി, അല്ലെങ്കിൽ ജീപ്പിൽ തന്നെ നടന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അതിൻ്റേതായ രീതിയിലുള്ള ജനം സിനിമയിൽ വരുമായിരുന്നു. അന്ന് എത്ര ദൂരമായാലും ആളുകൾ സൈക്കിളിൽ ഓട്ടി സിനിമ വരികയും 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ 1100 1200 പേര് വരെ കയറി. കാര്യം നമ്മൾ പുറയിൽ ബെഞ്ച് ഇട്ട് കൊടുത്ത് അതേ നിർത്തി വാതിക്ക് നിന്ന് കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ചില സിനിമകളുടെ ആളുകളുടെ കംപ്ലയിൻറ്റ്സ് കാണാറുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ ഏൽപ്പിച്ച അത്രയും പോസ്റ്റർ ഒട്ടിച്ചില്ല, അല്ലെങ്കിൽ ഒട്ടിച്ച പോസ്റ്ററിൻ്റെ മേലെ വേറെ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു എന്ന രീതിയിൽ. അപ്പം ഈ ചേംബറിലും കൂടി ഇരിക്കുന്ന സ്ഥിതിക്ക് അത്തരം കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇപ്പം നിലവിൽ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റർ പോലുള്ള കാര്യങ്ങളുടെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ് സിനിമ എന്നുള്ളത് അതാത് ഭാഗത്തുള്ള ഒരു പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ആ ട്രെൻഡ് മാറി, എല്ലാവരും മൊബൈലിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ആ സിനിമയുടെ നമ്മൾ ഒട്ടിക്കുന്ന പോസ്റ്ററിനേക്കാൾ ഉപരി ഏതെല്ലാം ടൈപ്പ് പോസ്റ്ററുകൾ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറുടെ ഡിസൈൻ ചെയ്യുന്നു അത് മൊത്തം നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഈ പണ്ട് പോസ്റ്റ് ഒട്ടിക്കുന്നതിനകത്തിൽ ശത്രുത മനോഭാവത്തോടു കൂടി തിയേറ്ററുകാർ തമ്മിൽ ഒട്ടിച്ചോണ്ടിരുന്ന കാലഘട്ടം. എന്റെ പോസ്റ്റർ അവർ മറച്ചു, മറ്റേ പോലെ സ്ലിപ്പ് ഇട്ടു. പണ്ടാണ് സത്യത്തിൽ ഇത് കൂടുതൽ. ഇപ്പൊ അത് ആരും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ അതുകൊണ്ട് പോസ്റ്ററുകളും അധികം വേണമെന്നില്ല, കുറച്ച് മതി. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് എപ്പോഴും ഈ റിവ്യൂസ് നല്ലതാണ്. അന്നും റിവ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നും ഈ മാഗസിനിലൊക്കെ സിനിമയെ കുറിച്ച് എഴുതുന്ന നിരൂപണങ്ങളുണ്ട്. പക്ഷെ ആ നിരൂപണങ്ങൾ എന്ന് പറയുന്നത് സിനിമയെ ഉപദ്രവിക്കുന്ന നിരൂപണങ്ങളാണ്. ഉള്ള കാര്യം അതേപോലെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് മാറി പെയ്ഡ് റിവ്യൂ ആകുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മളൊക്കെ ചേംബറിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഓൺലൈൻ ടിക്കറ്റിംഗ് ഉണ്ട്. ഓൺലൈൻ ടിക്കറ്റിംഗ് ബുക്ക് മൈ ഷോ ചെയ്യുന്നുണ്ട്, ടിക്കറ്റ് പേടിഎം ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നതിൽ ടിക്കറ്റും പേടിഎമ്മും ബുക്കിംഗ് മാത്രമായിട്ടാണ് നടത്തുന്നത്, ഒരു മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ ബുക്ക് മൈ ഷോ ഈ റേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ബുക്ക് മൈ ഷോ റേറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് റേറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ ബിസിനസ് ടിക്കറ്റ് ഓൺലൈൻ ഇതാണ്. അവർക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആ പടത്തിനെ കുറിച്ച് അതിൻ്റെ സ്റ്റിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ കമ്മിങ് കൊടുക്കാം ഒക്കെ ചെയ്യാമെന്നല്ലാതെ ആ പടത്തിൻ്റെ റിവ്യൂ അവർ ചെയ്യും. പക്ഷേ റിവ്യൂ ചെയ്യുന്നത് പോലും നമ്മൾ തിരക്കിയപ്പോൾ അത് പെയ്ഡ് ആവുന്ന രീതിയിലേക്കാണ്. പ്രൊഡ്യൂസറിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കൂട്ടുന്നു. എന്നാൽ പൈസ കൊടുക്കാത്ത നല്ല സിനിമകൾക്ക് റേറ്റിംഗ് ബുക്ക് മൈ ഷോ പോലും റേറ്റിംഗ് ഇല്ലാതെ വരുന്നു. അപ്പം ഇത് ഒരു മോശമായ പ്രവണത. പിന്നീട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഹൈക്കോടതി ഇടപെട്ട് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ചേംബറിൽ ഡിസ്കഷൻ വന്നപ്പോൾ ഞങ്ങൾ ഫിയോക്കിൽ നിന്നൊരു തീരുമാനം എടുത്തതാണ്. തിയേറ്ററുകളിൽ ഈ ഓൺലൈൻ ഈ പ്രൊമോഷൻ ഇത് ആവശ്യമില്ല, വേണ്ട, നമ്മളവരെ കയറ്റാൻ പാടില്ല, അതിന് പുറത്ത് മതി എന്നുള്ളത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു പരിധി വരെ ചില തിയേറ്ററുകളിൽ നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എക്സിബിറ്റേഴ്സിൻ്റെ ഫിയോക്ക് എന്നൊരു സംഘടനയുടെ ഒരു വൈസ് പ്രസിഡന്റ്, ഇപ്പം പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റ് ചാർജ് നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഇറക്കിയപ്പം ഇപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങുമ്പം ആദ്യ ഷോ ഈ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തമായിട്ട് ഒരു ഷോ തിയേറ്ററിൽ രാവിലെ നടത്തുന്നു. അത് നടത്തുമ്പം അതിലേക്ക് ഈ ഓൺലൈൻ എന്ന് പറഞ്ഞ ആളുകളെ വിളിക്കുന്നത് ഈ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റ്, ഈ ടെക്നീഷ്യൻസ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ. അപ്പോൾ അവർ വിളിച്ച് നടത്തുമ്പോൾ ഒരിക്കലും തിയേറ്ററുകാർക്ക് അവരോട് അതിനകത്ത് കയറാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഗസ്റ്റ് ആയിട്ട് ഇത് ജെന്യുവൻ ആണോ ജെന്യുവൻ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ആരെയാണ് ഈ ക്യാമറ ആയിട്ട് വരുമ്പോൾ വേണം വേണ്ട എന്നുള്ളത്, പിന്നീട് ഇവർ തന്നെയാണോ വീണ്ടും വരുന്നത് എന്നുള്ളത്. പക്ഷെ പിന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്
ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം അവർക്ക് താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലത് മാത്രം കൊടുക്കുന്നു. ഒരാൾ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു ഇത് വന്നപ്പം പലയിടത്തും ഒരു ചർച്ചയുണ്ട്. കാരണം ആളുകളുടെ സംസാര സ്വാതന്ത്ര്യത്തെ തടയാൻ പാടില്ല. ഒരു സിനിമ വീക്ഷിച്ചാൽ അത് നല്ലതാണെന്നോ മോശമാണെന്നോ പറയാനൊരു അഭിപ്രായം അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാം. അത് തെറ്റില്ല, അത് പറയണം, അത് തടയാൻ പാടില്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഒരു സിനിമ കണ്ടിട്ട് ആളുകൾ ഇറങ്ങുമ്പോൾ 5 പേര് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നല്ല സിനിമയെന്ന് പറയുന്നു, 2-3 പേര് ആ സിനിമയുടെ ചില പോസിറ്റീവും നെഗറ്റീവും പറയുന്നു, ഒരു 3 പേര് അതിനെക്കുറിച്ച് മോശം തന്നെ പറയുന്നെങ്കിൽ ആ മോശം തന്നെ മാത്രം കാണിക്കും. ഇത് മൊത്തം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ മോശം മാത്രം കാണിച്ച് ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സിനിമയെ ബാധിക്കുന്നത്. പിന്നീട് ഇത് വില പേശുന്നു. പൈസ തരുവാണെന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ ഇടാം, പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു രീതിയിലേക്ക് ഒരു പ്രൊഡ്യൂസർ എടുക്കുന്നത് അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ നശിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ പെയിൻ അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സിനിമ തിയേറ്റർ നടത്തുന്നതാണെങ്കിൽ പോലും ഈ പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഉണ്ടാകുന്നത്, അല്ലെ ഒരിക്കലും ഇത് ഉണ്ടാവില്ല. അതിപ്പം ആർട്ടിസ്റ്റായാലും ടെക്നീഷ്യനായാലും ഒക്കെ ഈ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മൾ എക്സിബ്യൂട്ടേഴ്സ് ഇത് തിയേറ്ററിൽ കാണിച്ചാണ് ഇവരെ വളർത്തി ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. അപ്പം എത്രയോ ഇവരുടെ പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഒട്ടിച്ചിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊഡ്യൂസറുടെ തോളെ ചവിട്ടിയ ഈ ഒരു ആർട്ടിസ്റ്റ് ആരോ ആയി മാറുന്നത്. അപ്പം ഈ ഒരു ലെവലിലേക്ക് ഇവരൊക്കെ എത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലൊരു വലിയ പെയിൻ, ഒരു റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ടാണ്. ഒരു രണ്ടും കൽപ്പിച്ച ഇതിലേക്ക് പൈസ മുടക്കും. പിന്നെ ഒരു 10, 40, 50 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എത്രയോ അവരുടെ ഒരു സ്വപ്നമാണ്. ഇത് എല്ലാ മാസവും അല്ലെ എല്ലാ ദിവസവും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കട പോലല്ല. കാരണം അത് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ വർഷത്തെ ആ ഒരാളിൻ്റെ ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഇത് മോശമാണ് ഇല്ല എന്നൊരു ഒറ്റ വാക്കിൽ നശിപ്പിച്ച് കളയാന്ന് പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം കൂടുതൽ ബാധിക്കുന്നത് തിയേറ്റേഴ്സിനെ വെച്ചാൽ പ്രൊഡ്യൂസറെ ബാധിക്കില്ല എന്നല്ല. അപ്പോൾ ഒരു സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ അതിന് ഒരു നെഗറ്റീവ് സംഭവം വരുമ്പോൾ ആൾ കയറാതിരിക്കുന്നത് ഒരു തിയേറ്ററിലാണ്. അപ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഫിയോക്കിന് ഇടപെട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതോ കളക്റ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ? കളക്റ്റീവായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും വിചാരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. കാര്യം അവർ പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാവരും, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻ ഉൾപ്പെടെ എല്ലാവരും അതിന്റെ പ്രൊമോഷൻ ഇന്ന രീതിയിൽ മതി, അതിനപ്പുറം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതെ, അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. പിന്നെ ഒരു സിനിമാ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തിയേറ്ററിൽ 200-250 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ 250 പേരിരുന്ന് കാണുമ്പോൾ ചിലതും ഒരേ ചിലവാണ്, 10 പേരിരുന്നാലും ഒരേ ചിലവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് കൂടുതൽ ഇരുന്ന് സിനിമ കണ്ടാലേ അതിനകത്ത് റവന്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഒരു ആദ്യത്തെ ഒരു ഷോ അല്ല 2 ഇത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ മോശം അഭിപ്രായം വന്നിട്ട് 3 പേര് 5 പേര് 10. ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും 6-7 പേര് മാത്രം ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓൺലൈൻ ടിക്കറ്റുമായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഷോ നടത്താൻ നമ്മൾ നിർബന്ധനാവും, നടത്തിയേ പറ്റൂ. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അവരോട് നല്ല വാക്ക് പറഞ്ഞ് നിങ്ങൾ 2 പേരേ ഉള്ളൂ 3 പേരേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 3 പേർക്ക് വേണ്ടി നടത്താൻ ബുദ്ധിമുട്ടാണ്, ക്യാൻസൽ ചെയ്യിപ്പിച്ച് തരാമെന്നും പറഞ്ഞ് ആണ് ചിലപ്പോൾ പല ഷോകളും. പണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല, സംഭവിക്കാറില്ല. ഈ ഷോ ബ്രേക്ക് എന്നൊരു സാധനം ഉണ്ടാകുന്നത് സെക്കൻഡ് ഷോ സമയത്തെങ്ങാനും ഭയങ്കര മഴ ഇടിയൊക്കെ ആയിട്ട് ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് ഒരിക്കലും ആളുകൾക്ക് തിയേറ്ററിലോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഷോ നടക്കാതെ പറ്റത്തുള്ളൂ. ഇപ്പോൾ അന്ന് DCR-നകത്തിലൊക്കെ വെതർ എന്ന് പറയുന്ന സംഭവം എഴുതും, നോ ഷോ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓഡിയൻസ് അല്ലെങ്കിൽ ഹെവി റെയിൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരിതുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇപ്പോൾ തിരിച്ച് ഈ ഓൺലൈൻ വന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. അതായത് ഇപ്പോൾ ജയിലർ പോലുള്ള സിനിമ അല്ലെങ്കിൽ RDX പോലുള്ള സിനിമ, ആ സിനിമ ഇറങ്ങി ഭയങ്കര തിരക്കുള്ളപ്പോൾ 100, 100, 150 പേര് റിസർവ് ചെയ്ത് ഓൺലൈൻ ചെയ്താൽ എത്ര മഴയും ഇടിയാണെങ്കിലും ഇദ്ദേഹം വന്നേ പറ്റൂ. അത് കാരണം അതുകൊണ്ട് മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇടിയും കൊല്ലി, അതുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് പോകണ്ട എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം റിസർവ് ചെയ്ത് പോയി, അത് കാരണം വന്നോളും. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഈ ബുക്ക് മൈ ഷോയും ടിക്കറ്റിനും അല്ലെ Paytm ഒക്കെ ഉള്ള ടിക്കറ്റിനും Paytm വന്ന എൻ്റെ തിയേറ്ററിൽ. അപ്പോൾ അതിനകത്ത് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്ര ആൾ വരുന്നുണ്ട്,
എത്ര മോശമായ കാലാവസ്ഥയായാലും തിയേറ്ററിൽ നല്ല സിനിമയാണെങ്കിൽ ജനം വരും. മറ്റേത് കാലാവസ്ഥ മോശമാണെങ്കിൽ സിനിമയാണ് അവർ വേണ്ടാന്ന് വയ്ക്കുന്ന കാര്യം. ഇത്രയും കാര്യമുള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, തിയേറ്റേഴ്സ് പടം നല്ലതായിരുന്നു, നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷേ തിയേറ്ററിൽ സിനിമ നിർത്തിയില്ല, മറ്റുള്ള പടങ്ങൾക്ക് വേണ്ടി ഇത് മാറ്റാൻ വേണ്ടി ആ രീതിയിലൊക്കെ. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ആരോപണങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ആരോപണങ്ങളല്ല, നേരത്തെ ഒരു കാലഘട്ടങ്ങളിൽ സിനിമയുടെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മൾ ഒരു വർഷം, അതായത് നല്ല ഹിറ്റ് സിനിമകളൊക്കെ ഉള്ള സമയത്ത് പോലും ഒരു വർഷം 100 സിനിമയിൽ താഴെ 90 സിനിമയൊക്കെ ഒരു വർഷമുള്ളായിരുന്നു. എന്നാൽ ഈ 2023 ജനുവരി തൊട്ട് ഇന്നലെ വരെ റിലീസ് ചെയ്ത സിനിമയുണ്ട് 173 സിനിമയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും 173 സിനിമ റിലീസ് ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അന്നതല്ല, അന്ന് വെറും 100 സിനിമ മാത്രമേ ഉള്ളൂ. അന്ന് റിലീസിങ് സെൻറ്ററുകൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അത് അടുത്ത B ക്ലാസ് ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും, പിന്നെ C ക്ലാസ് ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അന്ന് A ക്ലാസ് ക്യാമ്പ് എന്ന് പറയുന്ന അന്നത്തെ 10, 20, 25 വലിയ തിയേറ്ററുകൾ റിലീസ് ചെയ്യുന്നതിനേക്കാളും കളക്ഷനാണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ B ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. അത്രയും അതിൻ്റെ കാര്യം എണ്ണം B ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ 25 തിയേറ്ററിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കളിക്കാൻ പോകുന്നത് 40-50 തിയേറ്ററിൽ. അപ്പോൾ ആ 40-50 തിയേറ്ററിൽ ഇതിൽ കൂടുതലാണ് കളക്ഷൻ വരുന്നത്. അപ്പോൾ അന്ന് ആളുകൾ ആ ബിയിലേക്ക് വരാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സിനിമ കാണാൻ വേറെ ഓപ്ഷനില്ല. ബിയിലേക്കും പിന്നെ C എന്ന് പറയുന്ന പഴയ ഓല തിയേറ്ററുകളിലേക്ക് വന്നാൽ അവിടെ കാണാൻ ഓഡിയൻസ് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം മൊബൈലിൽ ഈ സംഭവം അപ്പോഴേ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആളുകൾ ഇതിനെക്കുറിച്ചെല്ലാം തിരക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പൈറസി എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞതുപോലെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിനെ കാര്യം കുറച്ച് തടയിടാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പം ഈ അടുത്തിടയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആളുകൾ അത്ര ബോധവൽക്കരണം ആയിട്ടില്ല. അതായത് ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ 5% ആണ് നഷ്ടപരിഹാരമായിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ കൊടുക്കേണ്ടി. അതുപോലെ തന്നെ 3 വർഷം തൊട്ട് 3 മാസം തൊട്ട് 3 വർഷം വരെ ജയിൽ ശിക്ഷ എന്നുള്ള രീതിയിലൊക്കെയുള്ള നിയമം വന്നിട്ടുണ്ട്. അത് ഈ വന്ന് കയറുന്ന കുട്ടികൾക്കോ പിള്ളേർക്കോ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല. ചിലപ്പോൾ ഈ 10, 12, 15 വയസ്സുള്ള പിള്ളേർ സിനിമ കാണുമ്പോൾ തന്നെ മൊബൈൽ എടുത്ത് വെച്ച് ഇതെടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയും മാറ്റി വയ്ക്കും. പക്ഷേ എടുത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയ്ക്ക് ശിക്ഷ ഉള്ള കാര്യമാണെന്നുള്ള കാര്യമൊന്നും അവർക്ക് അത്രമാത്രം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് സത്യത്തിൽ ഇങ്ങനെയുള്ള ചില ചർച്ചയിൽ ഇൻ്റർവ്യൂവിൽ കൂടെ ഒക്കെ ആളുകളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്കത് മനസ്സിലാകുന്നുള്ളൂ. കാരണം ഇത്ര ഒരു 3 കോടി 5 കോടി അല്ലെ 10 അല്ലെ 20 എത്രയോ കോടിയുടെ ആയാലും ശരി ഒരു പ്രോജക്റ്റ് ഒരാൾ കൊണ്ടുവന്നത് അത് നിസ്സാരമായിട്ട് എടുത്ത് ഒരു വിലയില്ലാത്ത രീതിയിൽ കാണിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോഴും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ചിലവില്ലാത്ത ഏക ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ബിരിയാണിയുടെ പൈസ വരുന്നുള്ളൊരു ടിക്കറ്റിന് 100 രൂപ, 120 അല്ലെ 150 രൂപ എന്നുള്ളതല്ലേ വരുന്നുള്ളൂ. അല്ലെ അങ്ങനെ വലിയ ആളുകളിലൊക്കെയുള്ള അടുത്ത് മാത്രമേ ഉള്ളൂ. റിക്ലൈനർ സീറ്റിനൊക്കെ ഉള്ളൂ 10, 200, 150, 300, 500 ഒക്കെ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലേ ഉള്ളൂ. ഇപ്പം ഇത്രയും വർഷം ഈ ഇതിൽ ബിസിനസ്സിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പം പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഗാനം അവിടെ ഒട്ടും എന്താ പറയുക തല താഴ്ത്താതെ തലയെടുപ്പോടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടല്ലോ. പക്ഷേ പ്രതിസന്ധികളിൽ കൂടെ നമ്മളും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള സോണിച്ചേട്ടൻ്റെ ഒരു തോട്ട് എന്താണ്? ഞാൻ ഒരു 2008 ആ കാലഘട്ടങ്ങൾ 10 കാലഘട്ടങ്ങളിലാണ് ഗണേഷ് കുമാർ സിനിമയുടെ മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമയ്ക്ക് കുറച്ച് ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ഒരു മന്ത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് സിനിമയ്ക്ക് ഗുണകരമായിട്ട് കുറേ കാര്യങ്ങളന്ന് കൊണ്ടുപോകും. അന്ന് ഏറ്റവും വലിയ ഗുണകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുമ്പ് രാഷ്ട്രീയക്കാരായിരുന്നു ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകളിലിരുന്നത്. അന്ന് നമ്മുടെ സുരേഷ് കുമാർ പ്രൊഫസർ സുരേഷ് ഏട്ടനെ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പതിനെത്തി, പ്രിയദർശന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നാക്കി, പിന്നെ സാബു ചെറിയാൻ KSFDC ചെയർമാനായി. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഇരുത്തിയ ഒരു കൂട്ടായ്മയോട് കൂടി ഒരു കാലസംഘം കൊണ്ടുപോകും. അന്ന് തിരുവനന്തപുരത്തെ കൈരളി നില അന്ന് പഴയ രീതി കിടന്ന തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്തു. ഒത്തിരി തിയേറ്റേഴ്സ് തിരുവനന്തപുരത്ത് സർക്കാർ തിയേറ്റർ ഉൾപ്പെടെ റിനോവേറ്റ് ചെയ്തു. ആ റിനോവേഷൻ നടക്കുന്ന സമയത്ത് ആദ്യം റിനോവേറ്റ് ചെയ്ത തിയേറ്ററായിരുന്നു എൻ്റെ. അപ്പോൾ അന്ന് ഞാൻ
എൻ്റെ 1200 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ഞാൻ രാഘവം എന്നും പറഞ്ഞുകൊണ്ടൊരു തിയേറ്ററാക്കി, ഒരു ചെറിയ തിയേറ്ററാക്കി അതിനെ ഡിവൈഡ് ചെയ്തിട്ട് തുടങ്ങി. ഗണേഷ് മിനിസ്റ്റർ ആയിരുന്നു ഒന്ന് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അന്ന് ഒരു ബാംഗ്ലൂരിലൊക്കെ ഉള്ള ഒരു മാളിലൊക്കെ ഉള്ള ഒരു തിയേറ്ററിൻ്റെ ലുക്കിൽ ഇതിനെ കൊണ്ടുപോകാനുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തത്, സീറ്റ്, സൗണ്ട്, ലൈറ്റ് എന്നൊക്കെ രീതിയിൽ ചെയ്തത്. അപ്പോൾ അതൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. പക്ഷെ അത് വിജയിച്ച രീതിയിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് ഈ പണ്ട് 14-15 തിയേറ്റർ റിലീസുള്ളപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്ന തിയേറ്ററിൻ്റെ റിലീസ് നഷ്ടപ്പെട്ടു. ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉപയോഗിച്ചിട്ട് അവർ 48 സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റിലീസിങ് ലിമിറ്റ് ചെയ്തു. പിന്നീട് അത് 70 ആക്കി. അപ്പോൾ ആ തിയേറ്ററുകളല്ലാതെ മറ്റൊരാൾക്കും പടം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഒരിത് വന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സൊക്കെ അതിനകത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് കുറച്ച് നല്ല തിയേറ്റർ ഉൾപ്പെടെ റിലീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉൾപ്പെടെ അന്ന് AC ചെയ്ത് വന്നപ്പം ഒരു AC തിയേറ്റർ നോൺ AC തിയേറ്റർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അന്ന് ആ മൊത്തം തിയേറ്ററും കൂടെ നമുക്ക് 15,000 രൂപ താഴെ കറണ്ട് ചാർജിൻ്റെ ബില്ല് വരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഇപ്പോൾ 2,500,000 രൂപ 2,50,000 രൂപ മാസം ബില്ല് വരുന്നു. AC നോൺ AC ആയപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിലീസ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ രാഘവം എന്ന് പറഞ്ഞ സംഭവം ഇത് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ഉപദ്രവം ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും അവിടെ റിലീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നെയ്ബറിങ് തിയേറ്ററുകളുടെയൊക്കെ റിലീസ് കഴിഞ്ഞ് 40-50 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കിട്ടും. അന്ന് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തത് മരിച്ചുപോയ സെഞ്ചുറി രായിച്ചാൻ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ 1 എടുത്തുകൊണ്ട് വന്നപ്പം 2 കൽപ്പിച്ച് എനിക്ക് സിനിമ തരുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് സിനിമ തന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ആരും തിയേറ്ററിൽ പടം കളിച്ചില്ല. ഒരു സ്ട്രൈക്ക് ചെയ്ത് തിയേറ്റർ അടച്ചിട്ട്. അപ്പം എൻ്റെ തിയേറ്റർ റിലീസ് ചെയ്തുകൊണ്ടും സർക്കാർ തിയേറ്റർ മാളിൽ മാത്രമാണ് ആ പടം. എന്തോ ദൈവാധീനം കൊണ്ട് ആ പടം സൂപ്പർ ഹിറ്റായി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരും സിനിമ എടുത്ത് കളിച്ച് അവരുടെ സമരം പൊളിഞ്ഞ്. അപ്പം ഞാൻ എപ്പോഴും പറയും, രാജമൗലി ആ സിനിമ എടുത്തത് എനിക്ക് വേണ്ടിയാണ്. പിന്നെ വേറെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഗാനത്തിൻ്റെ ബാക്കി ഭാഗം രാഗം കഴിഞ്ഞിട്ടുള്ളത് നോൺ AC ആയിട്ട് കിടക്കും. അപ്പോൾ അതും കൂടി AC ആക്കുന്ന രീതിയിലേക്ക് ആഗ്രഹിച്ച് അത് പിന്നെ 3 ആക്കി മൊത്തം 4 തിയേറ്ററായി. അപ്പോൾ അങ്ങനെ ആ 3 തിയേറ്റർ ഇത് 4 തിയേറ്ററായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ബാഹുബലി 2 വെച്ച്. കാരണം അത് അങ്ങനെ ആ സിനിമ വെച്ച് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് വന്നതല്ല. അതിന് ഒരു 1-2 മാസം മുമ്പ് റിനോവേഷൻ തുടങ്ങി വർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് വന്ന പടം ബാഹുബലി 2 ആണ്. അപ്പോൾ എനിക്ക് സംബന്ധിച്ചിടത്തോളം അന്ന് ആ ബാഹുബലി 2 എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ കാരണത്താൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പരസ്യം ചെയ്യേണ്ടി വന്നില്ല. കാരണം തിയേറ്ററുകൾ 4 തിയേറ്റർ എല്ലാവരും കണ്ട് കയറി ഇറങ്ങി പോയി. കാരണം അത്രയ്ക്ക് ജനമായി. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ആ തിയേറ്റർ 4 എണ്ണം കൂടെ ചേർത്തുള്ളത് പിന്നീട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ സെഞ്ചുറി രായിച്ചാനാണ് ആദ്യം തിരികെത്തിക്കുന്നത്. നമ്മൾ സാഗാ പിക്ചറിന് ഒക്കെ, പിന്നെ സുരേഷ് ഏട്ടനും രഞ്ജിത്ത് ഏട്ടനും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചതാണ് ഈ തിയേറ്ററിൽ ഇങ്ങനെ റിലീസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കൂടിനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനമായിട്ടൊക്കെ ഫുൾ ടൈം നിന്നതും. അപ്പോൾ അന്ന് സമയത്താണ് ഇവർ ഫെഡറേഷൻ എന്ന് പറയുന്നവർ ടേംസിൻ്റെ കാര്യത്തിൽ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഒരു സ്ട്രൈക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ആ സ്ട്രൈക്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഈ സമയത്ത് ഈ സ്ട്രൈക്കിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് പ്രൊഡ്യൂസറോടൊപ്പം നിന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആണ് ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന വരുന്നത്. അപ്പം ദിലീപ് അന്ന് രാമലീല എന്ന സിനിമ സുരേഷ് ഏട്ടൻ അതിൻ്റെ അതിലൊരു ഗസ്റ്റ് റോളുണ്ട്. അങ്ങനെ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ ഫിയോക്ക് എന്നൊരു സംഭവം സംഘടന ഷൂഫ് കൊള്ളുന്നതൊക്കെ. അപ്പോൾ പിന്നീട് പിന്നെ ആ ഒരു രീതിയിലായി. ഇപ്പോൾ പിന്നെ തിയേറ്ററുകളിൽ എല്ലാവരും ഇപ്പം എല്ലായിടവും റിലീസായി. അപ്പോൾ അന്ന് നമ്മൾ മേടിച്ചു കൊടുത്തൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ എല്ലാവരും അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഫിയോക്കിന്റെ ഒരു അല്ലെ ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ അതും കൂടി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ഈ ടിക്കറ്റിംഗ് ആപ്സ് കാരണം കുറേ നമുക്ക് ലോസ് വരുന്നതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഓൺലൈൻ ടിക്കറ്റിംഗ് നമ്മൾ തന്നെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടന്നിരുന്നല്ലോ. അത് പിന്നെ എവിടെയോ വെച്ച് സ്റ്റോപ്പായിപ്പോയി. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ ഇനീഷ്യേറ്റീവിൽ എന്തോ വരുന്നു എന്ന് പറയുന്നു. അപ്പം അത്ര ഒരു കാര്യം വരുന്നത് കുറച്ചുകൂടി ഈ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടി രക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
അല്ലേ? അപ്പോൾ അതിനകത്തിൽ പ്രത്യേകിച്ച് വലിയതൊന്നും കാണുന്നില്ല. കാരണം ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് മാത്രമേ ഉള്ളായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് മാത്രമേ ഉള്ള സമയത്ത് GST എന്ന് പറഞ്ഞ സാധനം, അതായത് സെയിൽ ടാക്സ് മാറി GST നിലവിൽ വന്നപ്പോൾ വൺ നേഷൻ വൺ ടാക്സ് എന്നും പറഞ്ഞൊരു സംഭവമായി. അപ്പോൾ അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്ന നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സിൽ തന്നെ നമ്മൾ ഇട്ടിരുന്നാൽ മതി, നമ്മളെ GST നിന്ന് ഒഴിവാക്കാൻ. അപ്പം അത് ഇല്ല, എല്ലാവരും GSTയിലേക്ക് വന്നേ പറ്റുമെന്ന് പറഞ്ഞ് സിനിമയും GSTയിലേക്ക് കൊണ്ടുവന്നു. സിനിമയും GSTയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മരിച്ചുപോയ അമ്മയുടെ ഇന്നസെൻ്റ് ഏട്ടൻ ഉൾപ്പെടെ ഉള്ളവരെ കൂട്ടിക്കൊണ്ട് നമ്മുടെ സംഘടനയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അന്നത്തെ മിനിസ്റ്ററെ പോയി കണ്ടു, ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ തോമസ് ഐസക്കാർ നമുക്ക് ഉറപ്പ് തന്ന കാര്യമാണ്, ഒരു ടാക്സേ ഉണ്ടാവൂ, GST ഉള്ളൂ, അല്ലാതെ മറ്റൊരു ടാക്സ് നിങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പേരിൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടിച്ചേൽപ്പിച്ചു. പണ്ട് GST ഉള്ളപ്പോൾ 3 വിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോർപ്പറേഷനിൽ ഒരു ടാക്സ്, മുനിസിപ്പാലിറ്റിയിൽ ഒരു ടാക്സ്, പഞ്ചായത്തിൽ തീരെ ടാക്സ് കുറവാണ്. കാരണം ഗ്രാമീണ മേഖലകൾക്ക് ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ രീതിയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ GST വന്നപ്പം എവിടെ ബോംബെയിൽ ഒരു വലിയ ടൗണിലായാലും ചെന്നൈയിലായാലും ഈ പറഞ്ഞ ഗ്രാമപ്രദേശത്തായാലും ഒരേ ടാക്സ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ നമ്മളത് ഫോളോ ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഈ അതിൻ്റെ മേളിൽ അടുത്ത ബേർഡനായ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞത് സിനിമയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. സിനിമയെ ബാധിച്ചത് തിയേറ്ററുകാരല്ല. ആ ഗ്രോസ് കളക്ഷൻ വരുന്നതിൻ്റെ 60% ഫസ്റ്റ് വീക്ക് പ്രൊഡ്യൂസർക്ക് പോകുന്നെങ്കിൽ അവർക്കാണ് 10 രൂപയിൽ 6 രൂപ നഷ്ടപ്പെടുന്നത്. നമുക്ക് 4 രൂപ നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രൊഡ്യൂസർക്ക് 6 രൂപ നഷ്ടപ്പെടും. അപ്പോൾ അത് നന്നായിട്ട് ബാധിച്ച് അത് പിന്നീട് ഈ ഒരു GST സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്ക തിയേറ്ററുകളും 99% തിയേറ്ററുകൾ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡാണ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് വന്നതും കൊണ്ട് ഒക്കെ വൈറ്റാണ്. സെക്കൻഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങൾ ഇല്ല. പണ്ട് നമ്മൾ അല്ലാതെ മാനുവൽ ടിക്കറ്റ് കീറി കൊടുക്കുമ്പോഴാണ് ഡബിളിങ് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പണ്ട് തിയേറ്ററുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിയേറ്ററുകളൊക്കെ തന്നെ വൈറ്റാണ് കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വൈറ്റിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ ഒരു ആപ്പ് എന്ന് പറയുന്നതിന് ഇത് കളക്ഷൻ കൃത്യമായിട്ട് അറിയാവുന്നല്ലാതെ വേറൊന്നും നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. പിന്നെ ബുക്ക് മൈ ഷോ ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവർ അല്ലാതെ ടിക്കറ്റ് ന്യൂ പൈസ ഉണ്ടാക്കുന്നുണ്ട്, Paytm പൈസ ഉണ്ട്. അവർ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരതിനുള്ള ഒരു പ്രൊവിഷൻ ഒരാളുകൾക്ക് കൊടുത്തോണ്ടാണ്. നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് ന്യൂയും Paytm അത്രയും വലിയ ചാർജ് ചെയ്യുന്നില്ല. ബുക്ക് മൈ ഷോ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യുന്നു എന്നും പറഞ്ഞൊരു പരാതി കേൾക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്ര രൂപയിൽ കൂടുതൽ റിസർവേഷൻ ചാർജ് ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനമല്ല നോക്കൊണ്ടിരിക്കും. അല്ലാതെ ഇത് വേണ്ടാന്ന് പറഞ്ഞിരുന്നത് കാരണം ഇത് പ്രാക്ടിക്കലല്ല, ഒരിക്കലും അല്ല. പിന്നെ ടിക്കറ്റ് ന്യൂ Paytmൻ്റെ ഒക്കെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സെറ്റപ്പാണ്. ഇപ്പോൾ ഒരു തിയേറ്ററുകാരൻ ഒരാൾ മെഷീൻ വെച്ച് ചെയ്യുന്നതല്ല, അവരുടെ സോഫ്റ്റ്വെയർ അവരിൽ കൂടെ ചെയ്യുന്നു. പക്ഷെ ആ ആപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എത്ര നാളത്തെ ഡീറ്റെയിൽ വേണമെങ്കിലും അതിനകത്തുനിന്ന് എടുക്കാം. അടുത്ത ദിവസം അത്ര പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. എല്ലാം സമ്മറി വൈസ് എല്ലാം അതിനകത്തിൽ ആ അക്കൗണ്ട്സ് കൃത്യമായിട്ട് അതിനകത്തിലുണ്ട്. അതിനകത്തിലൊരു ഇത് നടക്കുന്ന കാര്യമില്ല. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊജക്ടർ കംപ്ലയിൻറ്റ് മുഖേന അല്ല സൗണ്ട് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാരണത്താൽ ഷോ ബ്രേക്കാണ്. ഇപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് വേണം. നെറ്റ് കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് കണക്ഷൻ അഥവാ പോയി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് ഈ ടിക്കറ്റ് ന്യൂ എന്ന് പറയുന്നവരുടെ ആപ്പ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ആപ്പും കാര്യം കൊണ്ടുവന്നതിന് ശേഷം സർവർ ഡൗൺ ആയതിൻ്റെ പേരിൽ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് സിനിമ നടത്താൻ പറ്റാതെ ഒരു വലിയ സിനിമ വരുന്നു. 10, 400, 500 പേര് സിനിമയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഷോ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരരുത് ഇങ്ങനെ പരീക്ഷണാർത്ഥം കൊണ്ടുവരുന്ന ആപ്പ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലൊക്കെ ഇറങ്ങാൻ. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നങ്ങൾ. ഇത് അനുഭവിക്കുന്നത് സിനിമ തിയേറ്ററാണ്. ഈ ഓഡിയൻസ് എന്ന് പറയുന്നവർ വന്നു കയറുന്നത് തിയേറ്ററിലാണ്. ആദ്യം ഈ വരുന്ന ഇടത്ത് നമ്മളൊരു കടയിലാന്ന് പറഞ്ഞാൽ അവർ കടയിൽ സാധനം മേടിക്കാൻ വരുന്നവർ ആ ആളിനെ അറിയാം, അല്ലെ നമ്മൾ ഇത് ചെയ്ത്. ഇതേസമയം അതേ മറ്റാളിനെ നമ്മൾ അറിയുന്നില്ല. ഓൺലൈനിൽ വരുന്നവർ നേരെ കയറി പോവാം. അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്ന ഒരാളിനോട് നമ്മൾ പേരോ ആട്ടോ ഒന്നും ചോദിക്കുന്നില്ല, ടിക്കറ്റ് ചുമ്മാ എടുത്ത് കൊടുക്കുന്നു, ഇതുകൊണ്ട് പോകുന്നു. അപ്പം ജാതിമത ഭേദമന്യേ പല തരത്തിലുള്ള, അതായത്
കള്ളനും മോഷ്ടാവും തൊട്ട് DYSP SP ഓഫീസർ റാങ്കിലുള്ളതോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ എൻജിനീയേഴ്സോ ഈവൻ ജഡ്ജും സിനിമ ഒക്കെ ഉള്ള ആൾക്കാർ വരെ ഇവർക്ക് ആരാ വന്ന് സിനിമ കാണുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് ഇറങ്ങി പോകുന്നിടം വരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾക്ക് രാത്രി സെക്കൻഡ് ഷോ 11:30 അതിലെ 12-12:30 1 മണി കഴിഞ്ഞ് ആളുകൾ ഇറങ്ങി പോകുന്നിടം വരെ ഞങ്ങൾക്ക് ഇതൊരു വലിയ ടെൻഷനാണ്. കാരണം ഇത് കുഴപ്പമില്ലാതെ ഇറങ്ങി പോകണമല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എന്ത് ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായാലും ശരി, നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇതൊരുപാട് ദോഷം ചെയ്യും, ഇതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇത് റിസർവേഷൻ ചാർജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാർജുകൾ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാമെന്നല്ലാതെ അതിനകത്ത് മറ്റേ ഇതിലേക്ക് പിന്നെ ഇതിൻ്റെ കൃത്യമായ കണക്കും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് പ്രൊഡ്യൂസറുടെ സോഫ്റ്റ്വെയറിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതിലേക്കോ കൊടുത്താൽ ഈസി ആയിട്ട് ആ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ കണ്ടിടത്തോളം, ടു ബി ഫ്രാങ്ക്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ടാക്സും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഇത് കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മളെ സിനിമയെ നന്നാക്കാൻ വേണ്ടിയോ സിനിമാക്കാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയോ ആണെന്ന് ഒരു കാരണവശാലും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ക്ഷേമനിധി ബോർഡിലേക്കുള്ള 3 രൂപ പൈസ, ആ 3 രൂപ എന്ന് പറയുന്നത് ഇപ്പം ആ ഒരു മാസത്തെ കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം 75,000 50,000 76 കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ തിയേറ്ററുകാരൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം വരുന്ന പ്രേക്ഷകൻ്റെ നിന്ന് വാങ്ങിച്ച പൈസയാണ്. പക്ഷെ പലപ്പോഴും ഈ തിയേറ്ററുകാരൻ ഈ പൈസ എടുത്ത് റോൾ ചെയ്യും. കറണ്ട് അടയ്ക്കാനോ ശമ്പളം കൊടുക്കാനോ ഒക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അടയ്ക്കാൻ ചിലപ്പോൾ വൈകിപ്പോകും. അപ്പോൾ വൈകി പോകുന്നതിൻ്റെ കുറച്ച് കുടിശ്ശിക ക്ഷേമനിധി ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പൈസകൾ കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത ഒരു രീതിയാണെന്നുള്ളതല്ലാതെ. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സും 3 രൂപ ക്ഷേമനിധിയുടെ പൈസയും കൃത്യമായിട്ട് ഒരാൾ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടാൻ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നതാണെന്നല്ലാതെ സിനിമയ്ക്ക് ഗുണമായിട്ടുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പ്രൊഡ്യൂസർക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഒരു പരിധി വരെ ഇത് കിട്ടിയാലൊരു ഗുണമെന്നറിയും. ആവശ്യമില്ലാത്ത ഈ തള്ളു നിൽക്കും. 25 കോടി ക്ലബ്ബിൽ കയറി, 50 കോടി ക്ലബ്ബിൽ കയറി. ഈ ക്ലബ്ബിൽ കയറാത്ത രീതിയിൽ ക്ലബ്ബിൽ കയറി എന്ന് പറയുന്നൊരു കണക്കുണ്ടല്ലോ, ഉള്ളതാണ്. ആ ഒരു തള്ളെന്ന് പറയുന്ന സാധനം നിന്നിട്ട് പിന്നെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും. അതാണ് ആകെ ഒരു ഇത്. ആ കണക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം നിലവിലുള്ളിടത്ത് ഇപ്പം സോഫ്റ്റ്വെയർ ടിക്കറ്റ് ന്യൂവിനോടോ പേടിഎമ്മോ ബുക്ക് മൈ ഷോയോടോ പറഞ്ഞാൽ അത് ആ തിയേറ്ററുകാരനോട് സമ്മതിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളതിനത് തയ്യാറാണ്. ഫിയോക്ക് എപ്പോഴും പറയും, എക്സിബിറ്റേഴ്സ് എപ്പോഴും പറയും, നമുക്ക് ആരെയും നമ്മുടെ കണക്ക് ബോധ്യപ്പെടുന്നതിന് നമുക്കൊരു പേടിയും ഭയമൊന്നുമില്ല. കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴേ അറിയാൻ വേണ്ടി ഇപ്പോൾ ടെക്നോളജി വളർന്നതുകൊണ്ട് ഇങ്ങനൊരു ആപ്പിലേക്ക് പോവാതെ ഒരു സോഫ്റ്റ്വെയർ ലിങ്ക് ചെയ്താൽ മാത്രം മതി, ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനോടുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി നമുക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാരണം ഇത് അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യം. എന്തായാലും ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. തിയേറ്ററിനെ കുറിച്ചുള്ള കുറേ നല്ല ഓർമ്മകൾ കൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റിയെന്നാണ് വിശ്വാസം. പിന്നെ പഴയ കാലത്തെ തിയേറ്റർ രീതികളൊന്നും അറിയാത്തവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷം സോണി ചേട്ടാ, ഇത്രയും ക്ഷമയോടെ ഇവിടെ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും. അപ്പോൾ ഗാനം എന്തായാലും യാത്ര നല്ല രീതിയിൽ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. സിനിമയ്ക്ക് ഗുണപരമാവുന്ന കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം. നല്ല സിനിമകൾ വരട്ടെ, സിനിമകൾ വന്നാലേ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. നമ്മൾ ഒരിക്കലും മറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് കാര്യങ്ങളൊന്നും നമ്മൾ എതിരല്ല. OTT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സിന് മറ്റൊരു വരുമാനം കാര്യം വരൂ. പക്ഷേ എത്രയും വൈകി ഇത് ഒരു പ്രേക്ഷകരിലേക്ക് എത്തുന്നു അത്രയും ഓഡിയൻസ് സിനിമ തിയേറ്ററിലേക്ക് വരും. സിനിമ തിയേറ്റർ നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നല്ല സിനിമ തിയേറ്ററുകളിൽ തന്നെ നിറഞ്ഞോടുന്നത് കാണുന്നതിൻ്റെ ഒരു സുഖം അത് വേറെയാണല്ലേ. ആ ഒരു നല്ല കാലം എന്നും കൂടെ ചേർത്ത് നിർത്താമെന്ന പ്രത്യാശയോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡിന് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.